ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ മെത്തേഡ്സ് ആൻഡ് ടൂൾസ് യൂസ്ഡ് ഇൻ ടെക്നിക്കൽ അനാലിസിസ്. ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞു, പാസ്റ്റ് പ്രൈസ് മൂവ്മെൻറ്റ്സിനെ പഠിച്ച് നമ്മൾ ഫ്യൂച്ചർ പ്രൈസ് മൂവ്മെൻറ്റ്സ് പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നതും അതുതന്നെയാണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടെക്നിക്സ് ഓർ ടൂൾസ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ടെക്നിക്കൽ അനാലിസിസ്. ടെക്നിക്കൽ അനാലിസിസിൽ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടൂൾസ് എന്തൊക്കെയാണെന്നാണ് പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ ടൂൾ എന്ന് പറയുന്നതാണ് സ്റ്റോക്ക് ചാർട്ട്സ് ആൻഡ് പാറ്റേൺസ്. സ്റ്റോക്ക് ചാർട്ട്സ് ആണ് അതിൽ ആദ്യത്തേത് നമ്മൾ പഠിക്കുന്നത്. സ്റ്റോക്ക് ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സിമ്പിൾ 2 ആക്സിസ് ഗ്രാഫിൽ നമ്മൾ പ്രൈസും സ്റ്റോക്ക് പ്രൈസസും ആ ടൈം, അതായത് ഡേറ്റ് ആകും, ഇപ്പോൾ ഇൻട്രാ ഡേയിലാണോ ഓരോ ഡിഫറെൻറ്റ് ഡേറ്റ്സിലത്തെയാണോ അങ്ങനെ ഡേറ്റും ആ ടൈമും സ്പെസിഫൈ ചെയ്തുകൊണ്ട് ചാർട്ട് വരയ്ക്കുന്നതിനാണ് സ്റ്റോക്ക് ചാർട്ട് എന്ന് പറയാം. ഇറ്റ്സ് എ ചാർട്ട്. It's 2 sample axis plotted graph of price and time. ഓരോന്നും അതിൽ കൃത്യമായിട്ട് കാണിച്ചിരിക്കും. ഓപ്പണിംഗ് പ്രൈസ് എത്രയാണ്, ക്ലോസിംഗ് പ്രൈസ് എത്രയാണ്, ഹൈ പ്രൈസ് എത്ര വന്നിരിക്കുന്നത് എത്രയാണ്, ലോവസ്റ്റ് പ്രൈസ് എത്രയായിരുന്നു, ആ കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ കാണിക്കും. അതാണ് നമ്മുടെ സ്റ്റോക്ക് ചാർട്ട് എന്ന് പറയുന്നത്. സ്റ്റോക്ക് ചാർട്ട് ഇസ് എ സിമ്പിൾ 2 ആക്സിസ് പ്ലോട്ടഡ് ഗ്രാഫ് ഓഫ് പ്രൈസ് ആൻഡ് ടൈം. Each individual equity market and index listed on a public exchange has a chart that illustrates this movement of price over time. And individual data plot ചെയ്തിട്ടുണ്ടായിരിക്കും using closing price for each day. ഓരോ ദിവസത്തെയും ക്ലോസിംഗ് പ്രൈസ് യൂസ് ചെയ്തിട്ടാണ് ആ ഇൻഡിവിജ്വൽ ഡാറ്റ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഓൾസോ അതിൻ്റെ കൂടെ തന്നെ എന്തൊക്കെ കാണിക്കും? ഓപ്പണിംഗ്, ക്ലോസിംഗ്, ഹൈ ഓർ ലോ പ്രൈസസ് ഫോർ ദാറ്റ് മാർക്കറ്റ് സെഷൻ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡാറ്റ പ്ലോട്ട്സ്. ഈ കാര്യങ്ങളെല്ലാം ഡിപ്പിക്റ്റ് ചെയ്തേക്കാം. ആൻഡ് ഈ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡാറ്റയെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനാണ് പ്രൈസ് ബാർസ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? പ്രൈസ് ബാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോക്ക് ചാർട്ടിൻ്റെ ഒരു ആദ്യം വരുന്ന ഒരു ഇൻട്രൊഡക്ഷൻ. ദെൻ നമുക്ക് ഓരോന്നും നോക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് ലൈൻ ചാർട്ടാണ്. ലൈൻ ചാർട്ടാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് ചാർട്ട്. ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ചാർട്ട്. ഇതിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദർ വിൽ ബി ഓൺലി എ സിംഗിൾ ലൈൻ. ഒരു സിംഗിൾ ലൈൻ ഉണ്ടായിരിക്കും. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ സെക്യൂരിറ്റീസ് ക്ലോസിംഗ് പ്രൈസ് ഓൺ ഈച്ച് ഡേ. ഓരോ ദിവസത്തെയും ക്ലോസിംഗ് പ്രൈസിനെ ഡിനോട്ട് ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ ലൈൻ വരയ്ക്കുന്നതാണ് ലൈൻ ചാർട്ട് എന്ന് പറയാം. ആൻഡ് ഡേറ്റ്സ് ആർ ഡിസ്പ്ലേഡ് along the bottom of the chart and prices are displayed on the side. ഡേറ്റ് താഴെയും പ്രൈസസ് ലെഫ്റ്റ് സൈഡിലുമാണ് അത് ഡിനോട്ട് ചെയ്യുക. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടൊരു ചാർട്ടാണ് ലൈൻ ചാർട്ട്. ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് ചാർട്ട്, ദാറ്റ് ഈസ് ദ ബാർ ചാർട്ട്. ബാർ ചാർട്ടിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു സ്റ്റാൻഡേർഡ് ബാർ ചാർട്ട്സ് ആണ് യൂസ് ചെയ്യുന്നത് ഈ സ്റ്റോക്ക് പ്രൈസസ് ഒക്കെ ഡിപ്പിക്റ്റ് ചെയ്യാനായിട്ട്. ഇതിൽ 4 കാര്യങ്ങൾ നമുക്ക് ബാർ ചാർട്ട് പറഞ്ഞു തരും. ദി ഓപ്പൺ, ഹൈ, ലോ ആൻഡ് ക്ലോസ് ഫോർ ദി ട്രേഡിംഗ് സെഷൻ ഓർ ടൈം പീരീഡ്. ഒരു പർട്ടിക്കുലർ ട്രേഡിംഗ് സെഷനിലത്തെയോ അല്ലെങ്കിൽ ടൈം പീരീഡിലെ ഈ 4 കാര്യങ്ങൾ ഈ നമ്മുടെ ബാർ ചാർട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കാണിച്ചു തരും. ഇതാണ് നമ്മുടെ ഒരു ബാർ ചാർട്ടിൻ്റെ ഒരു മോഡൽ. ഇതിൽ ഓരോ ലൈൻസും കണ്ടോ? ഇതിനെയാണ് ഓരോ ലൈൻസിനെയാണ് ബാർ എന്ന് ഉദ്ദേശിക്കുന്നത്. And a price bar can represent any time frame the user wishes from 1 minute to 1 month. പല ടൈം ഫ്രെയിം കാണിക്കാം. അല്ലെങ്കിൽ ഡെയിലി വേണമെങ്കിൽ നമുക്കത് ചെയ്യാം. അവേർലി വരുന്നത് വേണമെങ്കിൽ ഒരു ബാറിൽ മാത്രം ഡിനോട്ട് ചെയ്യാം. അല്ലെങ്കിൽ മന്ത്ലി ഡാറ്റയാണോ എങ്ങനെയാണ് വേണമെങ്കിൽ അത് ആ യൂസറിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ചെയ്യാം. ഇവിടെ ഒരു ബാറിന് അവർ കുറച്ച് വലുതാക്കി കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ബാറിനെയാണ് എന്തെന്ന് പറയുന്നത്? ആ പ്രൈസ് റെപ്രസെൻറ്റ് ചെയ്യുന്ന പ്രൈസ് ബാർ എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഈ വെർട്ടിക്കൽ ലെങ്ത് എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ലെങ്ത് ഓർ ഹൈറ്റ്, ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ദ എൻറ്റയർ ട്രേഡിംഗ് റേഞ്ച് ഫോർ ദി പീരീഡ്. എൻറ്റയർ ട്രേഡിംഗ് റേഞ്ച് ഫോർ ദി പീരീഡാണ് ഈ കാണിക്കുന്നത്. അതായത് ട്രേഡിംഗ് റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഹൊറിസോണ്ടൽ പ്രൈസ് മൂവ്മെൻറ്റ്സ്, അതായത് എത്രത്തോളം ഫ്ലക്ച്വേഷൻസ് വരുന്നുണ്ട് എന്നുള്ള കാര്യം. ആ ഒരു 1 ഡേയിലാണ് ഇത് കാണിച്ചിരിക്കുകയെങ്കിൽ ഒരു ദിവസം എത്രത്തോളം എങ്ങനെയാണ് പ്രൈസ് മൂവ്മെൻറ്റ്സ് നടന്നിട്ടുള്ളത്, അതാണ് ആ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയാം. അതാണ് ഈ ബാർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ ടോപ്പ് ഓഫ് ദ ബാർ റെപ്രസെൻറ്റ്സ് ദ ഹയസ്റ്റ് പ്രൈസ് ഓഫ് ദി പീരീഡ്. ഹയസ്റ്റ് പീരീഡ് പ്രൈസിനെയാണ് കാണിക്കുന്നത്. വേറാസ് ദ ബോട്ടം ഓഫ് ദ ബാർ റെപ്രസെൻറ്റ്സ് ദ ലോവസ്റ്റ് പ്രൈസ് ഓഫ് ദ പീരീഡ്. ലോവസ്റ്റ് പ്രൈസ് ആയിരിക്കും. ആൻഡ് ദ ഓപ്പൺ ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ സ്മോൾ ഡാഷ് ഓർ ടിക്ക് ടു ദ ലെഫ്റ്റ് ടു ദ ബാർ. ബാറിന് ലെഫ്റ്റിലേക്ക് ഒരു
സ്മോൾ ഡാഷ് ഒരു ടിക്ക് മാർക്ക് കാണാം. അതിനാണ് ഓപ്പൺ പ്രൈസ്, എത്രയ്ക്കാണ് ഈ സെഷനിൽ ഓപ്പൺ ചെയ്തത് ഈ ഒരു സ്റ്റോക്ക്. ദെൻ ക്ലോസ്. ദി ക്ലോസ് ഫോർ ദ സെഷൻ ഇസ് എ സ്മോൾ ഡാഷ് ടു ദ റൈറ്റ് ഓഫ് ദ ബാർ. ബാറിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഒരു ഡാഷ് കാണുന്നുണ്ട്, അതാണ് ക്ലോസ് കാണിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്? ഇതാണ് നമ്മുടെ ബാർ ചാർട്ട്. ഒരു വേർട്ടിക്കൽ ലൈൻ അല്ലെങ്കിൽ വേർട്ടിക്കൽ ലെങ്ത് കാണിക്കുന്നതാണ് ട്രേഡിംഗ് റേഞ്ച്. ഇത് ഓരോ പ്രൈസ് ബാർസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ടൈം ഫ്രെയിം നമ്മുടെ ഇൻവെസ്റ്ററിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച്, അവരുടെ യൂസറിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ആൻഡ് ദ ടോപ്പ് ഓഫ് ദ ബാർ റെപ്രസെൻറ്റ്സ് ദ ഹയസ്റ്റ് പ്രൈസ് ഓഫ് ദ പീരീഡ്, വേറാസ് ദ ബോട്ടം ഓഫ് ദ ബാർ represents the lowest price of the period. And there will be another two things are the close as well as open. And open is represented by a small dash to the left of the bar, and the close will be represented by a small dash to the right of the bar. ഇതാണ് നമ്മൾ സ്റ്റോക്ക് ചാർട്ട്സ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ്. ഇത് നോക്കി നമുക്ക് ഒരു വേഗം കൂടുതൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കും. ലൈൻ ഗ്രാഫിനേക്കാളും കൂടുതൽ ഇൻഡെപ്ത് ആയിട്ട് ക്ലാരിറ്റി നമുക്ക് ബാർ ചാർട്ട് പറഞ്ഞു തരും. ഇനി തേർഡ് ടൈപ്പ് ചാർട്ടാണ് ദ കാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിങ്. കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്സ് ഇതൊരു ജാപ്പനീസ് ടെക്നിക്കാണ്. ജാപ്പനീസ് കാൻഡിൽസ് എന്നൊക്കെ നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട്. അവിടെ നിന്ന് ജാപ്പനീസ് ട്രേഡേഴ്സാണ് ഇത് ആദ്യം യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് ഇതിനെ ജാപ്പനീസ് കാൻഡിൽസ് എന്ന് വിളിക്കാൻ കാരണം. അവരുടെ സമയത്ത് വളരെയധികം ഉപയോഗിച്ചിരുന്നൊരു മോഡലാണ് ദ കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്സ്. ഇത് കുറച്ചും കൂടി വിഷ്വലി അപ്പീലിംഗ് ആണ് ദാൻ എ സ്റ്റാൻഡേർഡ് 2-dimensional ബാർ ചാർട്ട്. ബാർ ചാർട്ടിൻ്റെ പോലെ തന്നെ കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്സും നമുക്ക് ഓപ്പൺ, ക്ലോസ്, ഹൈ, ലോ എല്ലാം കാണിച്ചു തരും. ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇത് കളേർഡ് ആണ്. The difference is the use of color to show if the stock went up or down over the day. ആ പ്രൈസ് മൂവ്മെൻറ്റ്സ് റൈസിങ് ടൈം ആണെങ്കിൽ ഒരു കളറും താഴേക്കാണെങ്കിൽ വേറെ കളറും അങ്ങനെ കാണിക്കും. ദാറ്റ് ഈസ് ദ കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്സ്. നോക്കാം, ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ, ഫോർമേഷൻ ഓഫ് ചാർട്ട്. ഇതിൻ്റെ ഒരു ബോക്സ് പോലെ കൊടുത്തിരിക്കുന്നത് കണ്ടോ, അതിനാണ് ദ റിയൽ ബോഡി എന്ന് പറയുന്നത്. ദ ബോഡി ഓഫ് ദ കാൻഡിൽ സ്റ്റിക്ക് ഇസ് കോൾഡ് ദ റിയൽ ബോഡി ആൻഡ് റെപ്രസെൻറ്റ്സ് ദ റേഞ്ച് ബിറ്റ്വീൻ ഓപ്പൺ ആൻഡ് ക്ലോസിംഗ് പ്രൈസ്. എ ബ്ലാക്ക് ഓർ ഫിൽഡ് ഇൻ ബോഡി, അതായത് ഇത് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ക്ലോസിംഗ് പ്രൈസ്, ക്ലോസിംഗ് പ്രൈസ് ഇവിടെയാണ് കാണിക്കുന്നത്, താഴെയാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. താഴെ കാണിക്കുമ്പോൾ എന്താ അർത്ഥം? ഇവിടെ ഇത് ബ്ലാക്ക് കളേർഡ് ആണ് അല്ലെങ്കിൽ ഫിൽഡ് ഇൻ ബോഡി ആണെങ്കിൽ ക്ലോസിംഗ് പ്രൈസ് during that period was lower than the open price. ഓപ്പണിംഗ് പ്രൈസിനേക്കാളും താഴെയാണ് ക്ലോസിംഗ് പ്രൈസ് ആയിരിക്കും. അതാണ് ഇവിടെ താഴെ ക്ലോസ് കാണിച്ചിരിക്കുന്നത്. നോർമലി കൺസിഡേർഡ് ബെയറിഷ് ആൻഡ് വെൻ ദ ബോഡി ഇസ് ഓപ്പൺ ഓർ വൈറ്റ്, ഒന്നുമില്ലെങ്കിൽ അല്ലെങ്കിൽ വൈറ്റ് ആണെങ്കിൽ ദാറ്റ് മീൻസ് ദ ക്ലോസ് വാസ് ഹയർ ദാൻ ദ ഓപ്പൺ. നോർമലി ബുള്ളിഷ് ട്രെൻഡ് ആയിരിക്കും അങ്ങനെ. ആൻഡ് വി ക്യാൻ സീ ദാറ്റ് എ thin vertical line above and below the real body. ഇവിടെ മുതൽ ഈ ഒരു ബോക്സിനാണ്, റെക്ടാങ്കിൾ ബോക്സിനാണ് റിയൽ ബോഡി എന്ന് പറയുന്നത്. ഇതിൻ്റെ എൻഡ് സൈഡ് എബവ് ആൻഡ് ബിലോ നമുക്കൊരു തിൻ ആയിട്ടുള്ള ഒരു വേർട്ടിക്കൽ ലൈൻ കാണാം അല്ലേ. ആ വേർട്ടിക്കൽ ലൈൻ തിൻ പറയുന്നത് അതെന്താണ്? ഇറ്റ് ഈസ് കോൾഡ് ആസ് അപ്പർ ഓർ ലോവർ ഷേഡോ എന്നാണ് പറയാം. റെപ്രസെൻറ്റിങ് ഹൈ ഓർ ലോ പ്രൈസ് എക്സ്ട്രീംസ് ഫോർ ദാറ്റ് പീരീഡ്. ആ ഒരു പീരീഡിലേക്ക് ഏത് പീരീഡാണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് ആ ഒരു പീരീഡിലെ ഹൈ ഓർ ലോ പ്രൈസ് എക്സ്ട്രീംസിനെ കാണിക്കുന്നതാണ് ആ അപ്പർ ഓർ ലോവർ ഷേഡോ. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ടേംസ് പഠിക്കാനുണ്ട് അല്ലേ. ബോഡി ഓഫ് ദ കാൻഡിൽ സ്റ്റിക്കിന് എന്ത് പറയും? റിയൽ ബോഡി. ദെൻ ബ്ലാക്ക് ഓർ ഫിൽഡ് ഇൻ ബോഡി ആണെങ്കിൽ അത് കാണിക്കുന്നത് ബെയറിഷ് സിറ്റുവേഷൻ ആണ്. ആൻഡ് ക്ലോസിംഗ് പ്രൈസ് അവിടെ ഇപ്പോൾ എങ്ങനെയായിരിക്കും? ക്ലോസിംഗ് പ്രൈസ് വാസ് ലോവർ ദാൻ ദ ഓപ്പണിംഗ് പ്രൈസ്. ആൻഡ് വാട്ട് അബൌട്ട് when the border is open or white? അത് ഓപ്പൺ ഓർ വൈറ്റ് ആണെങ്കിൽ എന്താ അർത്ഥം? the close price was higher than the open price. And there will be two thin vertical lines above or below the real body, which is also known as upper or lower shadow, and it represents the high or low price extremes for the period. ഇത് നമുക്ക് എന്താ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഓപ്പൺ പ്രൈസ്. എ ഡെയിലി കാൻഡിൽ സ്റ്റിക്ക് ഇസ് ബേസ്ഡ് ഓൺ ദ ഓപ്പൺ പ്രൈസ്, ഇൻട്രാ ഡേ ഹൈ ആൻഡ് ലോ ആൻഡ് ദ ക്ലോസ്.
എ വീക്ക്ലിയും വേണമെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. എ വീക്ക്ലി ക്യാൻഡിൽ സ്റ്റിക്ക് ഈസ് ബേസ്ഡ് ഓൺ മൺഡേസ് ഓപ്പൺ, വീക്ക്ലി ഹൈ ലോ റേഞ്ച് ആൻഡ് ഫ്രൈഡേസ് ക്ലോസ്. അതുപോലെ മന്തിലും ചെയ്യാം. ഫസ്റ്റ് ഡേ ഓഫ് ദി മന്തിൽ എങ്ങനെയാണ് അത് ഓപ്പൺ പ്രൈസ്, ലാസ്റ്റ് ഡേ ഓഫ് ദി മന്ത് ക്ലോസിംഗ് പ്രൈസ് ആയിരിക്കും. അതിൻ്റെ ഇടയിൽ വരുന്ന മന്ത്ലി അതർ ഡേയ്സ് ആ ഉള്ളിൽ വരുന്ന ഹൈ ലോ റേഞ്ചും ഡിപ്പെക്ട് ചെയ്തെന്ന് വരാം. ഇതും വളരെ വിഷ്വൽ അപ്പീലിംഗ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്സ്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രെൻഡ്സ്. ഇപ്പോൾ 3 ചാർട്ട് കണ്ടു, ലൈൻ ചാർട്ട്, ബാർ ചാർട്ട്സ് ആൻഡ് കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്സ്. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് ട്രെൻഡ്. ആൻഡ് വാട്ട് ഈസ് ദിസ് ട്രെൻഡ്? സ്റ്റോക്ക് ചാർട്ട് ഇസ് യൂസ് ടു ഐഡൻറ്റിഫൈ ദ ട്രെൻഡ്. ഈ സ്റ്റോക്ക് ചാർട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രെൻഡ് മനസ്സിലാക്കുക. ട്രെൻഡ് ലൈൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ടെക്നിക്കൽ അനാലിസിസ് ഫോർ ബോത്ത് ട്രെൻഡ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് കൺഫർമേഷൻ. അതായത് സ്റ്റോക്ക് ചാർട്ട് യൂസ് ചെയ്ത് നമുക്ക് ട്രെൻഡ് മനസ്സിലാക്കണം. ട്രെൻഡ് നോക്കിയിട്ട് വേണം നമുക്ക് അത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു പ്രൈമറി ട്രെൻഡൊക്കെ പറഞ്ഞിരുന്നപ്പോൾ പല സ്റ്റേജസ് പഠിച്ചിരുന്നു. എക്യുമുലേഷൻ ഫേസ്, പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഫേസ്, എക്സസ് ഫേസ് എന്നൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ അത് ഏത് സ്റ്റേജാണ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ വി ഷുഡ് നോ അബൌട്ട് ദ ട്രെൻഡ് ലൈൻ. ആൻഡ് വാട്ട് ഇസ് ദിസ് ട്രെൻഡ് ലൈൻ? A trend line is a straight line that connects 2 or more price points and then extends into the future to act as a line of support or resistance. അതായത് ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രേറ്റ് ലൈനാണ്. 2 or more പ്രൈസ് പോയിന്റ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഫ്യൂച്ചറിലത്തെ കാര്യം പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി വരയ്ക്കുന്ന ഒരു ലൈൻ. അതായത് സപ്പോർട്ട് ഓർ റെസിസ്റ്റൻസ്, അത് കൂടുമോ കുറയുമോ എന്നൊക്കെ കാണിക്കുന്ന ഒരു ലൈനെയാണ് ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത്. എ ട്രെൻഡ് റെപ്രസെൻറ്റ്സ് എ കൺസിസ്റ്റൻറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസിൽ ഒരു കൺസിസ്റ്റൻറ്റ് ചേഞ്ചിനാണ് കാണിക്കുന്നത്. ദാറ്റ് ഈസ് എ ചേഞ്ച് ഇൻ ഇൻവെസ്റ്റർ എക്സ്പെക്റ്റേഷൻ. പ്രൈസസ് ക്യാൻ ബി റൈസിങ്, ഫോളിങ് ഓർ മൂവിങ് സൈഡ് വേസ് ആകാം. അതായത് പ്രൈസസ് ചിലപ്പോൾ റൈസ് ചെയ്യാം, ഫോൾ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കാം. അങ്ങനെ അതുകൊണ്ട് തന്നെ വി ഹാവ് 3 ടൈപ്സ് ഓർ 3 കൈൻഡ്സ് ഓഫ് ട്രെൻഡ്. നമുക്ക് 3 കൈൻഡ്സ് ഓഫ് ട്രെൻഡ് ആണ് ഉള്ളത്. ആൻഡ് ദീസ് ആർ അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ് ആൻഡ് ഫ്ലാറ്റ് ഓർ ന്യൂട്രൽ ട്രെൻഡ്. ഏതൊക്കെയാണ്? അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, ഫ്ലാറ്റ് ഓർ ന്യൂട്രൽ ട്രെൻഡ്. ആദ്യത്തേതാണ് അപ് ട്രെൻഡ്. അപ് ട്രെൻഡ് എന്തായിരിക്കും? അപ്പ് റൈസിങ് സിറ്റുവേഷൻ ആയിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്, അല്ലേ? ആൻഡ് അപ് ട്രെൻഡ് ലൈൻ ഹാസ് എ പോസിറ്റീവ് സ്ലോപ്പ് ആൻഡ് ഇസ് ഫോംഡ് ബൈ കണക്ടിങ് 2 or more low points. The second low must be higher than the first for the line to have a positive slope. എന്താ പറഞ്ഞേ? അപ് ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് സ്ലോപ്പ് ആയിരിക്കും, കണക്ടിങ് 2 or more low points. താഴെ വരുന്ന പ്രൈസ് പോയിന്റ്സിന് വെച്ചിട്ടായിരിക്കണം ഇത് ചെയ്യുന്നുണ്ടായിരിക്കാം. നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഇതാണ് അപ് ട്രെൻഡ് ഗ്രാഫിൻ്റെ ഒരു എക്സാമ്പിൾ. ശ്രദ്ധിച്ചു നോക്കൂ. എന്താണ് ചെയ്തിരിക്കുന്നത്? അപ് ട്രെൻഡിൽ എന്താണ്, എങ്ങനെയാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്? കണ്ടോ? താഴെ വന്നിരിക്കുന്നത് നമ്മൾ പറഞ്ഞൊരു പോസിറ്റീവ് സ്ലോപ്പാണ്. ഇതാ ശരിയാണ്, ഡയഗണലായിട്ട് എന്താണ് റൈസിങ് ആയിട്ടുള്ളൊരു ട്രെൻഡാണ് കാണിക്കുന്നത്. ആൻഡ് കണക്ടിങ് 2 or more low points. ലോ പോയിന്റ് ഇതേ താഴെ വന്നിട്ടുള്ള ഇതാണ്. ഇവിടുത്തെ ഈ ലൈനിൽ ലോ പോയിന്റ് ഇതാണ്. പിന്നെ ഇവിടെ താഴേക്ക് വന്നിരിക്കുന്നത് ഇത് അടുത്ത നെക്സ്റ്റ് ലോ ആയിട്ടുള്ളൊരു പോയിന്റ്. അങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു. ദെൻ പിന്നെന്താ പറയുന്നത്? അപ് ട്രെൻഡ് ലൈൻസ് ആക്ട് ആസ് എ സപ്പോർട്ട് ആൻഡ് ഇൻഡിക്കേറ്റ്സ് ദ നെറ്റ് ഡിമാൻഡ് ഇസ് ഇൻക്രീസിങ് ആസ് ഈവൻ ആസ് ദ പ്രൈസ് റൈസസ്. പ്രൈസ് കൂടുകയാണെങ്കിലും ഇതൊരു സപ്പോർട്ട് ലൈനാണ് ഇവിടെ കാണിക്കുന്നത്. ഡിമാൻഡാണ് കൂടുതൽ, സപ്ലൈയേക്കാളും ഡിമാൻഡ് കൂടുതലുണ്ട് എന്നാണ് കാണിച്ചിരിക്കുന്നത്. എ റൈസിംഗ് പ്രൈസ് കമ്പൈൻഡ് വിത്ത് ഇൻക്രീസിംഗ് ഡിമാൻഡ് ഈസ് വെരി ബുള്ളിഷ്. പ്രൈസ് കൂടുന്നു ഒപ്പം തന്നെ ഡിമാൻഡ് കൂടുകയാണെങ്കിൽ അത് കാണിക്കുന്നത് എന്താണ്? ഒരു ബുള്ളിഷ് ട്രെൻഡാണ് നമുക്കവിടെ കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല, അതായത് ബയേഴ്സിന് നല്ലൊരു സ്ട്രോങ് ഡിമാൻഡ് ഉണ്ട്, അപ്പോൾ അതൊരു പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു ട്രെൻഡാണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് പ്രൈസസ് റിമെയിൻസ് എബവ് ദ ട്രെൻഡ് ലൈൻ. ട്രെൻഡ് ലൈനിനേക്കാളും കൂടുകയാണെങ്കിൽ ദ അപ് ട്രെൻഡ് ഇസ് കൺസിഡർഡ് സോളിഡ് ആൻഡ് ഇൻടാക്ട്. എ ബ്രേക്ക് ബിലോ ദ അപ് ട്രെൻഡ് line indicates the net demand has weakened and a change in trend could happen.
ഇനി ഈ സപ്പോർട്ട് ലൈനിനേക്കാളും മുകളിൽ പോകുകയാണെങ്കിൽ നല്ല കാര്യമാണ്, നല്ലൊരു ട്രെൻഡാണ്. കസ്റ്റമേഴ്സ് അതായത് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് കൂടുതലായിട്ട് ഇത് പ്രിഫർ ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് അർത്ഥം. ബട്ട് സപ്പോസ് ഇഫ് ഈ ഒരു ഗ്രാഫ് ഈ സപ്പോർട്ട് ലൈനേക്കാളും താഴേക്ക് വരാണെങ്കിൽ അതിൻ്റെ നല്ലൊരു ട്രെൻഡ് അല്ല, ഡിമാൻഡ് അവിടെ കുറഞ്ഞു തുടങ്ങി, മാത്രമല്ല ഒരു ട്രെൻഡ് റിവേഴ്സലിന് സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ദ അപ്പ് ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഡൗൺ ട്രെൻഡ് ലൈൻ. എന്താണ് ഡൗൺ ട്രെൻഡ് ലൈൻ? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പ് ട്രെൻഡ് ലൈൻ പറഞ്ഞു പോസിറ്റീവ് ആണെങ്കിൽ, ഇത് ഡൗൺ ട്രെൻഡ് ലൈൻ വിൽ ബി നെഗറ്റീവ് ആയിരിക്കും. പറഞ്ഞതുപോലെ തന്നെ എ ഡൗൺ ട്രെൻഡ് ലൈൻ ഹാസ് എ നെഗറ്റീവ് സ്ലോപ്പ്. ഒരു നെഗറ്റീവ് സ്ലോപ്പാണുള്ളത്. ഈസ് ഫോംഡ് ബൈ കണക്റ്റിംഗ് 2 or more ഹൈ പോയിൻറ്റ്സ്. അവിടെ അപ്പ് ട്രെൻഡ് ആയിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു? കണക്റ്റിംഗ് 2 or more ലോ പോയിൻറ്റ്സ് ആയിരുന്നു. ഇപ്പോൾ ഇവിടെ ഹൈ പോയിൻറ്റ്സ്. ദ സെക്കൻഡ് ഹൈ മസ്റ്റ് ബി ലോവർ ദാൻ ദ ഫസ്റ്റ് ഫോർ ദി ലൈൻ ടു ഹാവ് എ നെഗറ്റീവ് സ്ലോപ്പ്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇവിടെ ഒരു ഗ്രാഫ് കാണാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഗ്രാഫിൽ എങ്ങനെയാണ്? താഴേക്ക് വന്നിരിക്കുന്നു. ഹൈ പോയിൻറ്റ്സിനെ കണക്ട് ചെയ്യുന്നു. ഫസ്റ്റ് ഹൈ പോയിൻറ്റ്, സെക്കൻഡ് ഹൈ പോയിൻറ്റ്, തേർഡ് ഹൈ പോയിൻറ്റ്, അങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു. സെക്കൻഡ് ഹൈ പോയിന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? അത് ഫസ്റ്റ് ഹൈനേക്കാൾ ലോവറാണ്. ഫസ്റ്റ് ഹൈ ഇത്രയ്ക്ക് ഉണ്ടായിരുന്നു, സെക്കൻഡ് ഹൈ ലോവറാണ്. അതാണ് അവർ പറഞ്ഞത്. ദ സെക്കൻഡ് ഹൈ മസ്റ്റ് ബി ലോവർ ദാൻ ദി ഫസ്റ്റ് ഫോർ ദി ലൈൻ ടു ഹാവ് എ നെഗറ്റീവ് സ്ലോപ്പ്. ആൻഡ് ഡൗൺ ട്രെൻഡ് കാണിക്കുന്നത് എന്താ? ഇറ്റ് ആക്ട്സ് ആസ് എ, മറ്റത് സപ്പോർട്ടായിരുന്നു, അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ്. ഡൗൺ ട്രെൻഡ് ലൈൻ ആക്ട്സ് ആസ് എ റെസിസ്റ്റൻസ്. ഇവിടെ എന്തായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അവിടെ നെറ്റ് ഡിമാൻഡ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കണം? നെറ്റ് സപ്ലൈ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് നെറ്റ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സപ്ലൈ ലെസ് ദാൻ ഡിമാൻഡ്. is increasing even as prices decline, even as the price declines. പ്രൈസ് ഡിക്ലൈൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് അവിടെ സപ്ലൈയും ഡിമാൻഡ് കുറയുന്നു, സപ്ലൈയും ഡിക്ലൈൻ ചെയ്യുന്നൊരു ബെയറിഷ് സിറ്റുവേഷനാണ് ഇവിടെ ഡിപ്പിക്റ്റ് ചെയ്യുന്നത്. എ ഡിക്ലൈനിങ് പ്രൈസ് കമ്പൈൻഡ് വിത്ത് ഇൻക്രീസിങ് സപ്ലൈ, അതായത് കൂടുതൽ വിൽക്കാനുണ്ട് സംഭവം, നമ്മുടെ സ്റ്റോക്ക് നമുക്ക് കൂടുതൽ അവൈലബിൾ ആയിട്ടുണ്ട്, ബട്ട് അത് വാങ്ങിക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥ. അങ്ങനെയാണെങ്കിൽ എൻ്റെ അർത്ഥം എന്താ? ഒരു ബെയറിഷ് സിറ്റുവേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി അപ്പോൾ ഈ ലൈനെ പറയുന്നത് റെസിസ്റ്റൻസ് ലൈനാണ്. ഇത് കഴിഞ്ഞ് ഇതിനെ ബ്രേക്ക് ചെയ്ത് പ്രൈസസ് മൂവ് ചെയ്യുകയാണെങ്കിൽ, മുന്നോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ എന്താ അർത്ഥം വരുന്നത്? അവിടെ സപ്ലൈ അല്ല കൂടുതൽ, ട്രെൻഡ് മാറാൻ സാധ്യതയുണ്ട്. അതായത് ഇവിടെ കണ്ടോ, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ലൈൻ വരച്ചു, ഇവിടം വരെ 1, 2, 3, 4 പോയിന്റ് ജോയിൻ ചെയ്തിട്ടാണ് വരച്ചിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ആ ഒരു റെസിസ്റ്റൻസ് ലെവലിനെ കട്ട് ചെയ്തിട്ട് പ്രൈസ് പോയില്ല. ബട്ട് ഇവിടെ നോക്കുമ്പോൾ ആ ട്രെൻഡിനെ വിട്ട് അത് മുകളിലേക്ക് ഇങ്ങനെ പോകുന്ന ഒരു ട്രെൻഡാണ് അവിടെ കാണുന്നത്. ഒരു അപ്പ് ട്രെൻഡായി. അതിൻ്റെ അർത്ഥം എന്താ? ഈ ലൈനിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അർത്ഥം വരുന്നത്? അവിടെ സപ്ലൈ അല്ല, അത് ഈ ഒരു പ്രോഡക്റ്റിന്, ഈ ഒരു ഷെയറിന് ഡിമാൻഡ് കൂടി തുടങ്ങി, മേ ബി നമുക്ക് ആ ട്രെൻഡ് മാറാം എന്നാണ് കാണിക്കുന്നത്. അതാണ് ഈ ഒരു ഗ്രാഫ് നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇനി റിയാക്ഷൻസ് എന്ന് പറഞ്ഞ സംഭവം എന്താണ്? റിയാക്ഷൻ, അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് അപ്പ് ട്രെൻഡ് കണ്ടു, ഡൗൺ ട്രെൻഡ് കണ്ടു. ഇനി റിയാക്ഷൻസ്, അതായത് ഒരു സിഗ്സാഗ് ഫാഷനിൽ പ്രൈസ് മൂവ് ചെയ്യുന്നതിനാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. പ്രൈസസ് മൂവ് ഇൻ സിഗ്സാഗ് ഫാഷൻ വിത്ത് എനി റൈസ് ഓർ ഫോൾ ഇൻറ്ററപ്റ്റഡ് ബൈ എ കൗണ്ടർ മൂവ് ഈസ് നോൺ ആസ് റിയാക്ഷൻ. Okay, in an uptrend the reaction is downwards, while in a downtrend the reaction is upward. Uptrendile reaction downward ആയിരിക്കും. പ്രൈസ് മൂവ് ചെയ്യുന്നത് സിക്സാഗ് ഫാഷനിൽ, അതായത് റൈസോ ഫോളോ ഇല്ലാത്ത രീതിയിൽ അങ്ങനെ സിക്സാഗ് ഫാഷനിൽ മൂവ് ചെയ്യുന്നതിനാണ് റിയാക്ഷൻ എന്ന് പറയുക. അപ്പ് ട്രെൻഡ് ആണെങ്കിൽ റിയാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? എന്തായിരിക്കും? ഡൗൺവേർഡ് ആയിരിക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഡൗൺവേർഡ് ആണെങ്കിൽ ട്രെൻഡ് ആണെങ്കിലോ റിയാക്ഷൻ എന്ന് പറയുന്നത് അപ്വേർഡ് ആയിരിക്കും. Zigzag movement prices gives rise to a series of tops, bottoms or highs or lows. ഇത് കൂടി കുറഞ്ഞ് മാറി വരാം. ഈ സിക്സാഗ് ഫാഷൻ അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരാം. ഓക്കെ, ദെൻ അടുത്ത ഒരു കാര്യം പഠിക്കുന്നത് ട്രെൻഡ് റിവേഴ്സൽ. ആൻഡ് വാട്ട് ഇസ് ദിസ് ട്രെൻഡ് റിവേഴ്സൽ? ട്രെൻഡ് മാറുന്നു. ദ ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ട്രെൻഡ് ഇസ് നോൺ ആസ് ട്രെൻഡ് റിവേഴ്സൽ. എ ട്രെൻഡ്, നോ മാറ്റർ ഹൗ പവർഫുൾ, ഇസ് വൾണറബിൾ ടു ചേഞ്ച്. ആ ട്രെൻഡ് മാറുന്നു. അപ്പോൾ
ട്രെൻഡായി പോകുന്ന ഒരു സംഭവം പെട്ടെന്ന് ട്രെൻഡ് മാറി ഡൗൺ ട്രെൻഡിലേക്ക് വരുന്നു. അതിനെയാണ് ട്രെൻഡ് റിവേഴ്സൽ. അല്ലെങ്കിൽ ഡൗൺ ആയി പോയിക്കൊണ്ടിരിക്കുന്നത് തിരിച്ച് അത് അപ്പായി പോകുന്നു, അതിനെ നമ്മൾ ട്രെൻഡ് റിവേഴ്സൽ എന്ന് പറയുന്നു. ഓഫൺ ആഫ്റ്റർ ലാർജ് സൈഡ് റൈസ് ഓർ ഫോൾ പ്രൈസസ് മൂവ് സൈഡ് വേസ്. ദിസ് ഈസ് ഓൾസോ നോൺ എസ് കൺസോൾട്ടേഷൻ. അല്ലെങ്കിൽ ഒരു ലാർജ് റൈസ് ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡിപ്പിലേക്ക് താഴേക്ക് വരണമെന്നില്ല, സൈഡ് വേസ് ഒരു ഹൊറിസോണ്ടൽ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കാം. ആ ഒരു മൂവ് ചെയ്യുന്നതിനെയാണ് കൺസോൾട്ടേഷൻ എന്ന് പറയാം. ആൻഡ് യൂഷ്വലി ആഫ്റ്റർ സച്ച് കൺസോൾട്ടേഷൻ, അങ്ങനെ കുറച്ച് ഇങ്ങനെ സിക്സാഗ് അല്ല, ഒരു ഹൊറിസോണ്ടൽ റേഞ്ചിൽ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് നിന്നിട്ട് എന്ത് സംഭവിക്കാം, പ്രീവിയസ് ട്രെൻഡ് റെസ്യൂംസ്, വീണ്ടും ആദ്യത്തെ ട്രെൻഡ് തന്നെ റെസ്യൂം ചെയ്തേക്കാം. ആൻഡ് അപ്പ് ട്രെൻഡിൻ്റെ പ്രത്യേകത എന്താണ്, ഹയർ ഹൈസും ഹയർ ലോസ് ആണ്. ഇപ്പോൾ ഡൗൺ ട്രെൻഡിൻ്റെ പ്രത്യേകതയോ ലോവർ ഹൈസും ലോവർ ലോസ് ആണ്. ഓക്കെ, താങ്ക് യു.